പിന്നെ ബാംഗ്ലൂരിലും ഇതേ നമ്പർ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ? ആയിരിക്കും. നമ്പർ മാറില്ലല്ലോ. മാറിയ ഞാൻ അറിയിക്കാം. ഈ സ്കൈപ്പില് ഓൺലൈനിലും ചാറ്റിങ്ങിലൊക്കെ ഉണ്ടാവും. ഡെഫിനറ്റ്ലി ടോണി. ഇനി നിന്റെ ഡിപ്രഷൻ മാറിയില്ലേ? ടോണി, നിനക്ക് അറിയുന്നതല്ലേ ഫോട്ടോഗ്രാഫിയോടുള്ള എന്റെ പാഷൻ. അതിനെന്തിനാ ബാംഗ്ലൂർക്ക് പോകുന്നത്? ഇവിടെയല്ലേ നല്ല കമ്പനികൾ. നോക്ക്, ബാംഗ്ലൂരിൽ ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടിയോണ്ടല്ലേ ഞാൻ പോകുന്നത്. ഇനി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട് ടോണി. അതിന് ഇനി ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല, നാട് വിടുന്നതാ ബുദ്ധി. നിനക്ക് തമാശ. അല്ല, എന്നാ ഇനി അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട്? അതൊന്നും തീരുമാനിച്ചിട്ടില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, അടുത്ത കാലത്തൊന്നും തിരിച്ചിങ്ങോട്ടില്ല. അല്ല, എപ്പോഴെങ്കിലും ബാംഗ്ലൂർ ജീവിതം മടുത്തു എന്ന് തോന്നിയാൽ ഒരു ഹാവ് ടു ഗോ. സമയായി. അപ്പൊ ശരി, ബൈ ബൈ. കോൾ ചെയ്യാം. എന്നാലും അവിടെ ഒരു യാത്ര പോലും പറയാതെ പോയി കളഞ്ഞത് ഞാൻ വെറും മണ്ടന. ഹേയ്, അയ്യേ കരയാ. എന്താ ടോണി ഇത്? ദേ, എനിക്ക് ഈ ചീപ്പ് സെന്റിമെന്റ്സിലൊന്നും ഒരു താല്പര്യമില്ലെന്ന് നിനക്കറിയാലോ. സോറി, നീ പെട്ടെന്ന് പോയപ്പോൾ എന്നെ ഇഗ്നോർ ചെയ്യുന്നത് പോലെ തോന്നി. അല്ലാതെ ടോണി അങ്ങനെ കരയത്തൊന്നുമില്ല, അറിയാലോ. അറിയാം. പിന്നെ അങ്ങനെ കരയാത്ത ടോണി ഇങ്ങനെ കരയണമെങ്കിൽ അതിന്റെ അർത്ഥം ഈ മനസ്സിലെവിടെ കുറച്ച് നന്മ ബാക്കിയുണ്ടെന്നല്ലേ. ആ മനസ്സിനോടാണ് ഞാനിപ്പോ പറയുന്നത്. ഞാൻ നിന്നെ ഇഗ്നോർ ചെയ്യുന്നെന്ന് തോന്നിയതുകൊണ്ടല്ലേ നീ ഇപ്പൊ കരഞ്ഞത്. ടോണി, നമ്മൾ തമ്മിൽ ഇപ്പൊ പരിചയപ്പെട്ടിട്ട് എത്ര നാളായി? ഇപ്പൊ എന്തിനാ അതൊക്കെ വെറുതെ? ചുമ്മാ പറ. അറൗണ്ട് 1 month. വെറും ഒരു മാസം പരിചയമുള്ള ഞാൻ നിന്നെ ഇഗ്നോർ ചെയ്തപ്പോ നിനക്ക് നന്നായി വിഷമായില്ലേ? ആയില്ലേ? ശരിക്കും എന്തായിരുന്നു നിന്റെ ഫീലിംഗ്? അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. വെരി ബാഡ്. നല്ലപോലെ ഫീൽ ചെയ്തല്ലോ. അപ്പൊ ഒരു 10-16 വർഷമായിട്ട് നിന്നെ സ്നേഹിക്കുന്ന ഒരാളെ നീ ഇഗ്നോർ ചെയ്യുമ്പോൾ അയാൾക്ക് എന്ത് വിഷമാവും? നീ ഇത് ആരുടെ കാര്യം പറയുന്നത്? സ്നേഹിക്കപ്പെടുന്നത് ഇഗ്നോർ ചെയ്യുന്നത് നീ. നിന്നെ ജീവനക്കാൾ സ്നേഹിക്കുന്നത് ചിഞ്ചു. ഒരു മാസം മാത്രം പരിചയമുള്ള ഞാൻ നിന്നെ ഇഗ്നോർ ചെയ്തപ്പോൾ നിനക്ക് എന്ത് ഫീലിംഗാ ഉണ്ടായേ? ജസ്റ്റ് തിങ്ക് അബൌട്ട് ഹർ, her pain, the long 16 years. ഓ, ആ പട്ട് പണ്ട് കാര്യത്തിനെ ഇപ്പൊ പറയുന്നേ. സത്യം പറ, അവള് നിന്നെ കാണാൻ വന്നിരുന്നില്ലേ? വന്നോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടെ പ്രശ്നം. അവളെ നീ ഇനി ആ പേരിട്ട് വിളിക്കരുത്. അക്കോർഡിംഗ് ടു മീ അവൾ വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള ഗേളാണ്. അവൾ ഒരിക്കലും നിന്നെ ഇഗ്നോർ ചെയ്യില്ല. നീ അവളെ മനസ്സിലാക്കും. അവൾക്ക് ഒന്നേ അറിയുള്ളൂടാ, നിന്നെ സ്നേഹിക്കാൻ. നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നുള്ള അവകാശത്തിലാണ് ഞാനിപ്പോ നിന്നോട് പറഞ്ഞത്. ദേ, വണ്ടി മാറ്റാം. ഓക്കെ, ഇപ്പൊ ശരിക്കും എനിക്ക് പോണം. ഇഗ്നോർ ചെയ്യുന്നതല്ല, പോയേ പറ്റൂ. ബൈ. ഞാൻ വിളിക്കാം. ഇത് ടോണി, നമ്മുടെ പുതിയ ഫോട്ടോഗ്രാഫർ ട്രെയിനിയാണ്. സത്യം പറയാലോ, ഞാൻ കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയാ അനു. അത് കലക്കിയടാ, എനിക്ക് ഇഷ്ടായി. എന്നെയാണ്. ഞാൻ അനുവിനെ ഇഷ്ടപ്പെടുന്നു. നമ്മുടെ പ്ലാൻ എല്ലാം പൊളിഞ്ഞട നീരിച്ച. പോട്ടറാ, ഒന്നുമില്ല. അവള് പോട്ടെ എന്ന് നിനക്ക് പറയാം, പക്ഷെ എനിക്കതിനെ പറ്റുന്നില്ല. അല്ല, ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. നീ വിഷമിക്കണ്ട, പോട്ടെ. അതങ്ങനൊന്നും പോവില്ലടാ. അത് വല്ലാത്തൊരു നീറ്റല. ടോണി ഇന്ന് വരെ അറിയാത്തൊരു ഫീലിംഗ്. നന്നായി. എന്താ? അല്ല, ഞാൻ പറയായിരുന്നു, എന്തായാലും ഒരു കണക്കിന് നന്നായി. ഇത് ഇന്നല്ലേ നാളെ പോകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു.
എന്നിട്ട് എന്താ വിചാരം ഇതുവരെ പറയാതിരുന്നത്? പറഞ്ഞ് നിന്നെ വെറുതെ വിഷമിക്കണ്ടെന്ന് കരുതി. എല്ലാ പെണ്ണുങ്ങളും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലടാ. അതെന്താ? ആ അതല്ല, അവിടെ ഒരു പ്രത്യേക ക്യാരക്ടറായിരുന്നു. എനിക്കും അക്കാര്യത്തിൽ ഒരു പേടിയുണ്ടായിരുന്നു. ഞാനെല്ലാം തുറന്നു പറഞ്ഞപ്പോ അതെങ്ങനെ വർക്കൗട്ട് ആവാന്ന് ആലോചിച്ച് ഞാൻ ടെൻഷൻ അടിച്ചപ്പോ. നീ അവളോട് എന്ത് പറഞ്ഞു? അത് പിന്നെടാ, ഞാൻ ഒരു ദിവസം അവളെ കണ്ടപ്പോ നിന്റെ കാര്യം സംസാരിച്ചേ. അപ്പൊ ഞാൻ പറഞ്ഞടാ, ടോണി വലിയ പൈസക്കാരനാണ്, ഗ്ലാമറുകാരനാ, അനു നീ വിടാതെ പിടിച്ചോന്ന്. പിന്നെ ചിഞ്ചു എന്ന് പറയുന്ന സാധനം നിന്റെ പുറകെ നടപ്പുണ്ട്, സൂക്ഷിക്കണോന്ന്. അതേതായാലും വർക്കൗട്ടായി. അവളൊരു പോക്ക് പോയല്ലോ, സന്തോഷായി. നീ വിഷമിക്കാതിരിക്കടാ, ഇനി കാര്യങ്ങളെല്ലാം ശരിയാവും. അതെന്താ, കാര്യങ്ങൾക്കെല്ലാം സന്തോഷമായോ? അനുപോയപ്പോ എല്ലാം ശരിയാവാൻ? നീ വീട്ടിൽ കയറി സമയല്ലേ, പോകുന്നില്ലേ? ഞാൻ ഇന്നിനി എങ്ങോട്ടുമില്ല, ഇവിടെ ഇരുന്ന് കോഫി കുടിച്ച് നേരം വെളുപ്പിക്കാൻ പോവുക. ശരിയടാ, ഞാൻ എന്നാ പടിയാണ്. പോട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ്. മോളെ ചിഞ്ചു, നമ്മള് ജയിച്ചടി. ഇനി ടോണി മോൻ നിനക്ക് തന്നെ.